ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ സെക്കൻഡ് ടേം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ്. അതായത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം സൂചന നോക്കാം. ജബ് ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗയി ലേഖക ये अंश पढ़े और 1 से 5 तक के प्रश्नों के उत्तर लिखे. അതായത് എപ്പോഴാണോ ഗാന്ധിജിയുടെ വാച്ച് കളവ് പോയത് ആ ലേഖനം അതിൽ നിന്നും അത് വായിച്ചിട്ട് 1 മുതൽ 5 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുക. മേം രോസ് സോനേസെ പഹലെ, ഞാൻ ദിവസേന ഉറങ്ങുന്നതിന് മുമ്പ് നിയമാനുസരിച്ച് ഉസ്മേം ചാബി വർത്തത്, അതിൻ്റെ കൂടെ ചാവിയും വെക്കുമായിരുന്നു. പതാനെയും അറിയില്ല. കോൻ ഉഡാലെ, ആരാണ് എടുത്തു കൊണ്ടുപോയത്. കോൻ ഉഡാലേകയ, ആരാണ് എൻ്റെ വാച്ച് എടുത്തു കൊണ്ടുപോയെന്ന് അറിയില്ല. അവർക്കും എന്തിനാണ് എടുത്തതെന്നും അറിയില്ല. അവർ ഗാന്ധിജി അഫ്സോസ്മേൻ ഡൂബുകയെ, ഗാന്ധിജി ദുഃഖത്തിലായിരുന്നു. ഇതാണ് നമുക്ക് തന്ന സൂചന. ഇതനുസരിച്ച് താഴെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സാഹി രൂപ് ചുൻകറിലേക്ക്, ശരിയായ രൂപം തിരഞ്ഞെടുത്ത് എഴുതുക. അതായത് ക, ഗ, ഘ, ഘ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് യഹ് പ്ലസ് മേം ഉസ്മേം, യെ പ്ലസ് മേം ഉസ്മേം. ആദ്യം യഹ് പ്ലസ് മേം ഉസ്മേം, പിന്നെ വഹ് പ്ലസ് മേം ഉസ്മേം, പിന്നെ യെ പ്ലസ് മേം ഉസ്മേം, വേ പ്ലസ് മേം ഉസ്മേം. ഇതിൽ ശരി രണ്ടാമത്തത്, അതായത് ഘ, വഹ് പ്ലസ് മേം ഉസ്മേം, അതാണ് ശരി. ഞാൻ ശരി ഇട്ടിട്ടുണ്ട്, അവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട് ശരിയുള്ളത്. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യേ വാക്യ ഗാന്ധിജി കിസ്സേ കഹ, ഈ വാക്യം ഗാന്ധിജി ആരോടാണ് പറഞ്ഞത്. ഈ വാക്യം എന്ന് പറയുന്നത് ഇവിടെ ഈ സൂചന കൊടുത്തിട്ടുണ്ടല്ലോ, ഗാന്ധിജി അഫ്സോസ്മേൻ ഡൂബുകെ എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണ് ഈ വാക്യം എന്ന് പറയുന്നത്. ഗാന്ധിജി കിസ്സേ കഹ, അത് ആരോടാണ് പറഞ്ഞത്. അതായത് നമ്മുടെ വൈസ്രോയി ആയ മൗണ്ട് ബാറ്റൻസെ, അതാണ് ആൻസർ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, മൗണ്ട് ബാറ്റൻസെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജി അഫ്സോസ്മേൻ ഡൂബുകെ, ഗാന്ധിജി ദുഃഖത്തിലായിരുന്നു, ആകെ സങ്കടമായി. അത് ക്യോം എന്തുകൊണ്ടാണ് ചോദിച്ചത്. അപ്പം ക്യോംക്ക് എന്തുകൊണ്ടെന്നാൽ ഗാന്ധിജിക്ക് ഗഡി ചോരി ചലികി, അവിടെ എഴുതിയിട്ടുണ്ട് ആൻസർ, അവിടെ എഴുതിയിട്ടുണ്ട്. ക്യോംക്ക് എന്തുകൊണ്ടെന്നാൽ ഗാന്ധിജിക്ക് ഗഡി ചോരി ചലികി, ഗാന്ധിജിയുടെ വാച്ച് കളവ് പോയി, അതുകൊണ്ടാണ് ഗാന്ധിജി ആകെ ദുഃഖത്തിലായിരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, തീൻ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയെ, ശരിയായ 4 പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ആദ്യത്തേത് നോക്കാം. മൗണ്ട് ബാറ്റനെ ഗാന്ധിജിക്കോ ചായ് പർ ബുലായ, മൗണ്ട് ബാറ്റൻ ഗാന്ധിജിയെ ചായ സൽക്കാരത്തിന് വിളിച്ചു, അത് ശരിയാണ്, അപ്പം ടിക്കിട്ടിട്ടുണ്ട്, അത് എഴുതണം. വൈസ്രോയിക്ക് കമരമേയും ഗാന്ധിജിക്കോ ഗർമി ലഗ് രഹീതി, വൈസ്രോയുടെ റൂമിൽ ഗാന്ധിജിക്ക് ചൂട് അനുഭവപ്പെട്ടിരുന്നു എന്നത് തെറ്റാണ്, അവിടെ തെറ്റിട്ടിട്ടുണ്ട്, അത് എടുത്തെഴുതേണ്ടതില്ല, ശരി മാത്രം എടുത്തെഴുതുക. ഗാന്ധിജിനെ വൈസ്രോയിക്ക് ബാത്തോമേം കോയി രുചി നെയ്യില്, ഗാന്ധിജി വൈസ്രോയുടെ സംസാരത്തിൽ ചർച്ചയിൽ യാതൊരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല, അത് ശരിയാണ്, അപ്പം അത് എടുത്തെഴുതാം, ശരിയുള്ളത് എടുത്തെഴുതുക. റെയിൽഗാഡിമേ കിസിനെ ഗാന്ധിജിക്ക് ഗഡി ചോരിയില്, റെയിൽഗാഡിയിൽ ആരോ ഗാന്ധിജിയുടെ വാച്ച് മോഷ്ടിച്ചു, അത് ശരിയാണ്, അപ്പം അടിക്കിട്ടിട്ടുണ്ട്. ഗാന്ധിജി അപ്പനെ ഹാത്തുമേ ഗഡി പാൻറ്റത്, ഗാന്ധിജി തൻ്റെ കയ്യിൽ വാച്ച് കിട്ടിയിരുന്നു, അത് തെറ്റാണ്, അത് എഴുതേണ്ടതില്ല. ഓക്കെ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പ്രസ്തുത പ്രസംഗ് പർ ഗാന്ധിജിക്ക് ഡയറി കൽപ്പനാർക്കലിക്ക്, ഈ സന്ദർഭം അനുസരിച്ച് ഗാന്ധിജിയുടെ ഡയറി എഴുതുക. ഈ സൂചന അനുസരിച്ച് മാത്രം എഴുതിയാൽ മതി, വേറൊന്നും എഴുതണം. അപ്പം ഞാനത് എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. ഡയറി എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 10/3/1946, ബുധവാർ, ബുധനാഴ്ച എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഡയറി എഴുതാം. ആജ് കാ ദിൻ ബഹുത് ദുഃഖി ദിൻ ഹേ, ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം വളരെ ദുഃഖമുള്ള ദിവസമാണ്. ക്യോംക്ക് എന്തുകൊണ്ടെന്നാൽ ആജ് മേം, ഇന്ന് ഞാൻ വൈസ്രോയിക്ക് സാത്ത്, വൈസ്രോയിയോടൊപ്പം ചർച്ചയ്ക്ക് വേണ്ടി റെയിൽഗാഡി പർ ആ രഹേത്, റെയിൽഗാഡിയിൽ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തബി അപ്പോൾ മേരി ഗഡി ചോരി ചലികെ, എൻ്റെ വാച്ച് മോഷണം പോയി. മേ രോസ് സോനേസെ പഹലെ, ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നിയമാനുസരിച്ച് ഉസ്മേ ചാബി ഭർത്താത്ത, അതിൽ ചാവിയും ഇടാറുണ്ടായിരുന്നു. പതാനെയും അറിയില്ല. കോൻ ഉഡാലേകെ, ആരാണത് എടുത്തു കൊണ്ടുപോയെന്ന് അറിയില്ല. അവർക്കും എന്തുകൊണ്ട് എന്നും അറിയില്ല. മേ അഫ്സോസ്മേൻ ഡൂബുക, ഞാൻ ആകെ സങ്കടത്തിലായിരുന്നു. ആജിക്കാതിൻ കൈസേ പോലും, ഇന്നത്തെ ദിവസം എങ്ങനെ മറക്കും. ഇതാണ് നമ്മൾ ഡയറി കൊടുത്തിട്ട്. അല്ലെങ്കിൽ അഥവാ ഇതെഴുതിയ 4 മാർക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ അഥവാ അല്ലെങ്കിൽ 1 താഴെ കൊടുത്തിട്ടുണ്ട്. പ്രസ്തുത പ്രസംഗ് പർ ഗാന്ധിജി അവർ മൗണ്ട് ബാറ്റൻ കെ ബീച്ച് കി ബാത്ചീത്ത് കൽപ്പനാർക്കലേക്ക്, പ്രസ്തുത ഈ സന്ദർഭം അനുസരിച്ച് തന്നെ ഗാന്ധിജിയും മൗണ്ട് ബാറ്റനും തമ്മിലുള്ള
സംഭാഷണമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സംഭാഷണം നോക്കാം. എന്താണ് ബാത്ത് ചീത്ത് എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. മൗണ്ട് ബാറ്റൺ ആയിയെ ബൈട്ടിയെ വന്നാലും ഇരുന്നാലും ഗാന്ധിജി നമസ്കാർ എന്ന് പറഞ്ഞു. മൗണ്ട് ബാറ്റൺ ചർച്ച കത്തേ മൗണ്ട് ബാറ്റൺ എന്തൊക്കെയോ ചർച്ച ചെയ്തു. ആ സമയത്ത് ഗാന്ധിജി മുജെ ഈ ചർച്ചാമേ ഖാസ് രുചി നെഹി എനിക്ക് ഈ ചർച്ചയിലൊന്നൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞു. മൗണ്ട് ബാറ്റൺ ക്യാ ഹുവ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഗാന്ധിജി റെയിൽഗാഡിമേ കിസീനെ ട്രെയിനിൽ വെച്ച് ആരോ മേരി കടി ചുരാലി എൻ്റെ എന്താണ് വാച്ച് മോഷ്ടിച്ചു എന്ന് പറഞ്ഞു മൗണ്ട് ബാറ്റൺ. ഫിർ പിന്നെന്താ സംഭവിച്ചത്? ഗാന്ധിജി പുരാനി തോബി അത് പഴയതാണെങ്കിലും അതെനിക്ക് മുജെ ബൗത്ത് പ്യാരിതി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. ആ മൗണ്ട് ബാറ്റൺ ദുഃഖ് പ്രകട കർത്തേ ദുഃഖിച്ചു കൊണ്ട് പറഞ്ഞു ദുഃഖിമത് ദുഃഖിക്കരുത് എന്ന് മൗണ്ട് ബാറ്റൺ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡയറിയും അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതിൽ 2 എണ്ണം കൊടുത്തതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൂചന കൽപ്പന അവിടെ സൂചന ജനജനിക്ക ചെഹരായേക്ക് കവിത കാംശുപടെ 6 से 8 का प्रश्नों के उत्तर लिखिए. ജന का ചേര എന്ന കവിത വായിച്ചിട്ട് 6 മുതൽ 8 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുക. അപ്പം ഇവിടെ ആദ്യം തന്നെ കവിത കൊടുത്തിട്ടുണ്ട്. പൃഥ്വി കെ ഗോൾ ചാരോ ഓർ സെ ധരാതൽ पर है जनता का दल एक एक पक्ष जलता हुआ लाल की भयानक सितारा एक उद्दीപിत उसका विकराल सा इशारा एक ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവിടെ താഴെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് 6. കവിതാംശിക്ക് കവി കോൻ ഹെ ഈ കവിത എഴുതിയ കവി ആരാകുന്നു? അപ്പം നാഗാർജുന അല്ല, രാംദാസ് മിശ്ര അല്ല, രമേശ് ഉപാധ്യായ അല്ല. ഉത്തരം മുക്തിബോധാണ് ശരി. ടിക്ക് ഇട്ടിട്ടുണ്ട്. 7ാമത്തെ ക്വസ്റ്റ്യൻ ഭൂതൽ ക സമാനാർത്ഥി ശബ്ദ കവിതാംശ സെ ചുൻകർ ലിയെ. ഭൂതൽ എന്നതിന്റെ സമാനാർത്ഥം കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്തുക. ഭൂതൽ എന്നതിന്റെ സമാനാർത്ഥം ധരാതൽ എന്നാണ്. നിങ്ങൾക്ക് കവിത വായിക്കുമ്പോൾ കിട്ടാൻ ആദ്യത്തെ വരിയിൽ തന്നെ ഉണ്ട് ധരാതൽ. അതാണ് ഉത്തരം. അടുത്തത് 8 കവിതാംശ ആശയിലേക്ക് കവിതാംശത്തിന്റെ ഇതിന്റെ ആശയം എഴുതാനാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇതിന്റെ ആശയമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആശയം ഞാൻ നിങ്ങൾക്ക് പറയാൻ ശ്രദ്ധിച്ചിരിക്കുക. മൃത്യുക്ക് ഗോൾ ചാരാണ് അതിന്റെ ആശയം. ये पंक्तियां जन जन का चेहरा एक कविता से लिया गया है. कवि कहते हैं मृत्यु पर निवास करने वाला विश्व के समस्त प्राणी समान है. वे सब एक ही दल या पक्ष में आने वाले हैं. उनकी भावनाएं समान है, समस्याएं समान है. आकाश के लाल रंग की भयानक सितारा अതായത് सूर्य उत्पीड़न दमन एवं अशांति के विरुद्ध ज्वलित होकर एक विकराल रूप धारण किया है. ഇതാണ് ആശയം. അർത്ഥം പറയാം. ये पंक्तियां ഈ വരികൾ ജനജന का चेहरा एक കവിത से लिया गया है കവിതയിൽ നിന്ന് എടുത്തതാകുന്നു. കവി कहते हैं कि കവി പറയുകയാണ് മൃത്യു पर निवास करने वाला എന്താണ് ഈ ലോകത്ത് താമസിക്കുന്നവരായ വിശ്വക്ക് സമസ്ത പ്രാണി ഈ ലോകത്തുള്ള വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ഓരോ പ്രാണികളും സമാനേ ജീവികളും സമാനമാണ്. വേ സബ് ഏക് ഹി ദൾ അവരെല്ലാവരും ഒരേ പക്ഷക്കാരാണ്. അവരെല്ലാവരും ഒരേ പക്ഷക്കാരാണ്. അവർ ഏക് ദൾ ഒരേ എന്താണ് ഒരേ സംഘമാണ്. സഭയേക്ക് ദൾ അവർ പക്ഷിയാണ്. എല്ലാവരും ഒരേ സംഘം ഒരേ പക്ഷഭാഗക്കാരാണ്. ഉൻകി ഭാവനായ സമാന അവരുടെയൊക്കെ ഭാവനകളൊക്കെ എല്ലാം അനുഭവങ്ങളും പ്രശ്നങ്ങളും എല്ലാം സമാനമാണ്. സമസ്യായും സമാനേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ സമാനമാണ്. പിന്നെന്താണ് ഭാവനകൾ സമാനമാണ്. ആകാശ് ലാൽ രംഗ് കി ഭയാനക സിത്താര അതായത് ആകാശത്ത് കത്തിജ്വലിച്ച് നിൽക്കുന്ന ചുവന്ന നിറത്തിലുള്ള സൂര്യൻ. അതായത് ആകാശ് ലാൽ രംഗ് കി ഭയാനക സിത്താര അതായത് സൂര്യൻ ആകാശത്ത് കത്തിജ്വലിച്ച് നിൽക്കുന്ന ചുവന്ന നിറത്തിലുള്ള സൂര്യൻ. പിന്നെ എന്താണ് പറഞ്ഞത്? ഉത്പീഡൻ ദമൻ ഏവം അശാന്തിക്ക് വിരുദ്ധ അതായത് ഉത്പീഡൻ അതായത് ചൂഷണങ്ങൾ ഉത്പീഡനം മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക വേദനിപ്പിക്കുക. ഉത്പീഡൻ ദമൻ അടിച്ചമർത്തന ദമൻ എന്ന ഉത്പീഡൻ ചൂഷണങ്ങൾക്കും ദമൻ ഏവം അടിച്ചമർത്തലിനും അശാന്തിക്കും അതായത് അടിച്ചമർത്തലിന് എതിരായി ജ്വലിച്ചുകൊണ്ട് വിരുദ്ധ അതിനെതിരായിട്ട് വിരുദ്ധമായിട്ട് ജ്വലിച്ചുകൊണ്ട് ഏക്ക് വികരാൾ രൂപ ധാരൺ കിയാ ഹേ അതായത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു രൂപമാണ്. അതായത് എതിരായിട്ട് ജ്വലിച്ചുകൊണ്ട് നിലകൊള്ളുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പം നമ്മൾ ഈ കവിതയുടെ ആശയം നമ്മൾ പഠിച്ചു. അതും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതേപോലെയാണ് നമുക്ക് എക്സാമിന് വരിക. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 7 എന്താ പറഞ്ഞു നോക്കുക. ക്വസ്റ്റ്യൻ കവിത ആശ ഇനി സൂചന സഹി മിലാൻ കരെ
അതിൽ സൂചന കവിതാംശക ആശയിലിഗെ, പിന്നെ അതിന് നേരെ ഒരു സൂചന കൊടുത്തിട്ടുണ്ട് സഹി മിലാൻ കരെ എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സഹി മിലാൻ കരെ എന്നത് ശരിയാക്കാനാണ്. ഗംഗ എന്നതിന് നേരെ ദക്ഷിണ അമേരിക്ക എന്നാണ് കൊടുത്തിട്ടുള്ളത്, അത് തെറ്റാണ്. ഗംഗ എന്നതിന് നേരെ ഭാരതി എന്നാണ് ശരി, അവിടെ ടിക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇരാവതി എന്നതിന് നേരെ ഭാരത കൊടുത്തിട്ടുള്ളത് തെറ്റാണ്. മ്യാൻമാർ എന്നാണ് ഇന്ന് ശരി, അതാണ് ശരി, മ്യാൻമാർ. ആമസോൺ എന്നത് ദക്ഷിണ അമേരിക്ക എന്നാണ് ശരി. ആമസോൺ മ്യാൻമാർ എന്ന് എഴുതിയിട്ടുണ്ട്, ദക്ഷിണ അമേരിക്ക എന്നാണ് ശരിയുള്ളത്, ടിക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് വീണ്ടും നമ്മൾ ഗാന്ധിജിയുടെ പാഠത്തിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. അതേതാ നോക്കാം. ലോർഡ് മൗണ്ട് ബാറ്റനെ പൂച്ച, ലോർഡ് മൗണ്ട് ബാറ്റൻ ചോദിച്ചു ക്യാ ബാത്ത്, എന്താ കാര്യം. ഗാന്ധിജി പോലെ ഗാന്ധിജി പറഞ്ഞു മേ ആ രഹാ താ, ഞാൻ വരികയായിരുന്നു. തോ അപ്പോൾ രാസ്തേമേ വഴി വെച്ച് റെയിൽഗാഡിമേ വണ്ടിയിൽ നിന്ന് കിസീനെ മേരി ഗഡി ചുരാലി, ആരോ എൻ്റെ വാച്ച് പുരാനി ഗഡീത്തി അവർ മുझे बहुत प्यारी थी, എനിക്കിഷ്ടമായിരുന്നു. സേ യഹാ ഇസ് തരഹ് അപ്നി ധോത്തിമേ കമർ സെ ടാങ്ക് രാത്ത, എൻ്റെ മുണ്ടിൽ അരയിൽ ഇങ്ങനെ തൂക്കിയിട്ടതായിരുന്നു. ജബ് ചാഹെ നികൽക്കർ, എപ്പോഴെങ്കിലുമൊക്കെ എടുത്തിട്ട് ടൈം ദേക്കിലേത്താ, ടൈം നോക്കുമായിരുന്നു. മേ രോസ് സോനേസെ, ഞാൻ എന്നും ഉറങ്ങുന്നതിന് മുമ്പ് നിയമസെ ഉസ്മേൻ ചാബി വർത്താത പതാനെനിക്ക് അറിയില്ല, കോനുണ്ടാലകെ ആരാണ് എടുത്തതെന്ന് അറിയില്ല, ക്യോ എന്ത് ഗാന്ധിജി അഫ്സോസ്മെന്റ്. ഇത് തന്നെയാണ് ഞാൻ വീണ്ടും പറഞ്ഞപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ മാറിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദുഃഖ ക സമാനാർത്ഥി ശബ്ദ കോൻസായ, ദുഃഖ് എന്നതിൻ്റെ സമാനാർത്ഥി അഫ്സോസ് എന്നാണ്. സഹി വികൽപ്പ് സുൻകർ ലിഖെ, ശരിയായ വികൽപ്പ് ഓപ്ഷൻ തിരഞ്ഞെടുത്തുക. മേം പ്ലസ് കി, മേരി, തൂ പ്ലസ് കി, മേരി, ഹം പ്ലസ് കി മേരി, തും പ്ലസ് കി മേരി. ഇതിൽ ശരി ആദ്യത്തേതാണ്. മേം പ്ലസ് കി ടിക്കിട്ടിട്ടുണ്ട്, ശരി, മേം പ്ലസ് കി മേരി. വിശേഷൺ ശബ്ദം ചുൻകർ ലിഖെ, വിശേഷൺ ശബ്ദം ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒന്ന് മാത്രമാണ്. പൂച്ച എന്ന വിശേഷണ ശബ്ദമല്ല, മേ അല്ല, ഗഡി അല്ല, പുരാനി എന്നാണ് വിശേഷണ ശബ്ദം. അടുത്തത് നാലാമത്തത് ഗാന്ധിജിക്ക് ഗഡി കൈസീതി, ഗാന്ധിജിയുടെ ഗഡി വാച്ച് എങ്ങനെയുള്ളതായിരുന്നു. പുരാനീതി, പഴയതായിരുന്നു. ഉത്തരം പുരാനീതി. കോഷ്ടക് സെ സായി ശബ്ദ ചുൻകർ വാക്യ ആകെ ബഡായെ, അതായത് ഇവിടെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് കിസീനെ റെയിൽഗാഡിമേ എന്ന ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കിവിടെ പിരമിഡാണ് ശരിക്കും ഇത്. ചുരാലി മോഷ്ടിച്ചു, ഗഡി ചുരാലി, വാച്ച് മോഷ്ടിച്ചു. അപ്പോൾ ഇവിടെ കിസീനെ റെയിൽഗാഡി വെച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ പൂരിപ്പിക്കാനുള്ളിടത്ത് റെയിൽഗാഡിമേ ഗഡി ചുരാലി, അടുത്തത് കിസീനെ റെയിൽഗാഡിമേ ഗഡി ചുരാലി. ഇതാണ് ഉത്തരം ശരി. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. കഹാനിക്ക് ആധാർ പർ ചാർ സഹി പ്രസ്താവ് ചുൻകർ ലിഖെ, കഥ അടിസ്ഥാനമാക്കിയിട്ട് 4 ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. റെയിൽഗാഡിമേ കിസീനെ ഗാന്ധിജിക്ക് ഗഡി ചുരാലി, റെയിൽഗാഡിയിൽ ഗാന്ധിജിയുടെ വാച്ച് മോഷ്ടിച്ചു, അത് ശരിയാണ്. ഗാന്ധിജിക്ക് ഗഡി നയി തീ, ഗാന്ധിജിയുടെ വാച്ച് പുതിയതായിരുന്നു, അത് തെറ്റാണ്. ഗാന്ധിജിയുടെ വാച്ച് പുതിയതൊന്നല്ലായിരുന്നു. ഗാന്ധിജി രോസ് സോനെ സെ പഹലെ നിയം സെ ഉസ്മേ ചാവി വർത്താത, ഗാന്ധിജി നിയമാനുസരിച്ച് അതിൽ ചാവി വെക്കാറുണ്ടായിരുന്നു, അത് ശരി തന്നെയാണ്. പിന്നെ അത് ശരിയാണ്. ഗാന്ധിജി ഗഡി അപ്പനെ ഹാത്തമേ വേണ്ടത്, ഗാന്ധിജി തൻ്റെ കയ്യിലായിരുന്നു ഇത് ധരിച്ചിട്ടുണ്ടായിരുന്നത്, അത് തെറ്റാണ്. ഗാന്ധി ഗഡിക്ക് ചോരി വനേശ് ഗാന്ധിജി അഫ്സോസ്മേ ഡൂബുകയെ, ഗാന്ധിജി അഫ്സോസ്മേ ഡൂബുകയെ ദുഃഖത്തിലായിരുന്നു, അത് ശരിയാണ്. ഗാന്ധിജി ദുഃഖിച്ചിരുന്നു. ഗാന്ധിജി ജബ് ചാഹെ ഗഡി നികാൽക്ക ടൈം തേയില്ല, ഗാന്ധിജി അതെടുത്തിട്ട് ടൈം നോക്കാറുണ്ടായിരുന്നു, അത് ശരിയാണ്. അപ്പം ശരിയുള്ളത് 4 എടുത്തെഴുതി. ഇനി ജനിജനിക്ക ചേഹരയ്ക്ക് കവിത പങ്ക്തി പടേ 7 से 8 तक के उत्तर लिखे. चाहे നമുക്ക് കവിത വായിക്കാം. ചാഹെ ജിസ് ദേശ് പ്രാന്ത് പുരുക്കാഹോ ജന ജനിക്ക ചേഹര ഏക്ക്, ഏഷ്യ की यूरोप की अमेरिका की गलियों की धोबी एक, कष्ट दुख संताप की चेहरों पर पड़ी हुई चुरियों का रूबी एक. അപ്പം ഇതിന്റെ അടിയിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഷഹർ കേലിയ കവിതാമേ പ്രയുക്ത് ശബ്ദ കോൻസായ, ഷഹർ എന്നതിന് കവിതയിൽ പ്രയോഗിച്ചിട്ടുള്ള ശബ്ദം ഏതാണെന്നാണ് ചോദിച്ചത്. ദേശല്ല, പുരുന്നല്ല, പ്രാന്ത്. പ്രാന്ത് എന്നാണ് ശരി, പ്രാന്ത്, ചെഹര എന്നല്ല. ഷഹർ പട്ടണം, സിറ്റി എന്നാണ് അർത്ഥം. ഉത്തരം പ്രാന്ത് ടിക്കിട്ടിട്ടുണ്ട്. 8 കവി അവർ കവിതാക്ക പരിചയത്തെ കവിതാംശ ആശയ ലിഖെ, കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവയുടെ ആശയം നമുക്ക് എഴുതാം. അതായത് കവിയെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കവിയെ കുറിച്ച് എന്തെങ്കിലും കുറച്ചൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പം എന്താ കൊടുക്കേണ്ടത് നോക്കാം.
प्रस्तुत पंक्तियां गजानन माधव मुक्तिबोध द्वारा लिखित जन जन का चेहरा कविता से लिया गया है. അതായത് പ്രസ്തുത പങ്ക്തിയാ ഈ വരികൾ ഗജാനൻ മാധവ് മുക്തിബോധ് മുഖേന ലിഖിത എഴുതിയ ജനജനിക്ക ചെഹ്റ ഏക്ക് കവിതാ സെ ലിയ ജനജനിക്ക ചെഹ്റ ഏക്ക് എന്ന് പേരായ കവിതയിൽ നിന്ന് എടുത്തതാകുന്നു. इन पंक्तियों में विश्व के विभिन्न देशों के एक रूपता एवं समानता दर्शाई गई है. ഈ വരികളിൽ ലോകത്തിലെ വ്യത്യസ്ത ദേശത്തുള്ള ഓരോ ആളുകൾക്ക് ഒരേ രൂപമാണ്, ഒരേ സമാന രൂപമാണ് എന്ന് ദർശായി ഗയി നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. കോയി ബി വ്യക്തി കിസി ബി ദേശ്, ഏതൊരു വ്യക്തിയാണെങ്കിലും കിസി ബി ദേശ്, ഏത് ദേശത്താണെങ്കിലും പ്രാന്ത്, ഏത് പ്രദേശത്താണെങ്കിലും നിവാസിയാണെങ്കിലും ഉസ്കി മാതൃഭൂമി ഏഷ്യ, അവരുടെ സ്വന്തം രാജ്യം ഏഷ്യ ആണെങ്കിലും യൂറോപ്പാണെങ്കിലും അമേരിക്ക ആണെങ്കിലും കോയി അന്യദേശ് ഹോ, ഏതെങ്കിലും അന്യദേശത്താണെങ്കിലും ഉസ്കി ഭാഷ, അവരുടെ ഭാഷയും സംസ്കൃതി സംസ്കാരം ജീവൻ ശൈലി ജീവിതശൈലി ഭിന്നു ഹോ സക്തി ഹോ, ഭിന്നമാണെങ്കിലും കിന്തു ഉൻ സബീക ചെഹരോമേ, അങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാവരുടെ മുഖത്തും കോയി അന്തർനയില്ലാത്ത ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ഏത് ദേശത്ത് ജീവിക്കുന്നവരാണെങ്കിലും അവരുടെ മുഖത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് അവിടെ പറയുന്നത്. സബുമേ സമാനത പായിജാതി, എല്ലാവരിലും സമാനമാണ് കാണപ്പെടുന്നത്, ഒരേ രൂപമാണ് കാണപ്പെടുന്നത്. പൂരെ വിശ്വയ്ക്ക് ഹർ ക്ഷേത്ര, ലോകത്തുള്ള ഓരോ മണ്ഡലങ്ങളിലും രാജപഥവോ യഗലിയോ, ഏത് തെരുവുകളിലാണെങ്കിലും സൂര്യപ്പനി രശ്മിയോ, സൂര്യൻ തൻ്റെ രശ്മികൾ സമാന രൂപസ്യ, സമാന രൂപത്തിൽ സബ് എല്ലാം കൈ ബിക്കറായ ഒരു എല്ലായിടത്തും ഒരുപോലെ ചിന്നിച്ചിതറി കിടക്കുന്നു. പ്രകാശം ഒക്കെ ഒരേപോലെ. കഷ്ടവും കഷ്ടപ്പാടുകൾ, അഭാവം, കുറവുകൾ, യാതന, കഷ്ടപ്പാട്, പീഡിത്, അതായത് പ്രശ്നങ്ങൾ, സബീ ദേശ് ജനതാവുക്ക് ചേരപ്പർ, മുഴുവൻ ദേശത്തുള്ള ജനങ്ങളുടെ മുഖത്തും വിഷാദക്ക് രേഖായി, വിഷാദത്തിൻ്റെ രേഖ, ഈ രേഖകൾ എന്ന് പറയുന്നത് ചുരിയവും വിഷാദമാവുന്ന രേഖകളാൽ ഉണ്ടാവുന്ന ചുരിയവും ചുളിവുകളുടെ രൂപവും ഏക്ക് സമാനം ഒരുപോലെയാണ്. അപ്പനെ ലക്ഷ്യക്ക് പ്രാപ്തിക്ക്, തൻ്റെ ലക്ഷ്യം പ്രാപ്തമാക്കാൻ വേണ്ടി ജോഷ്മേ ഉൻകി ആവേശത്തിൽ ഉൻകി മുട്ടിയ, അവരുടെ മുഷ്ടി ചുരുട്ടുന്നു, തൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മുഷ്ടി ചുരുട്ടുന്നു. അതൊക്കെ ഏക്ക് ഈ സമാൻ ബന്ധി ഒരുപോലെ തന്നെയാണ്. നമുക്ക് എല്ലാ ജനങ്ങളും കഷ്ടപ്പാടുകളും മുഷ്ടി ചുരുട്ടുന്ന യാതനകളും അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ജനങ്ങളുടെയും ലക്ഷ്യവും ഒന്ന് തന്നെയാണ് എന്നാണ് കവി നമ്മൾക്ക് ഈ കവിതയിലൂടെ പറഞ്ഞു തരുന്നത്. അതാണ് ഇതിൻ്റെ ആശയം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കിലാടി കോ പഹചാനെ ദേശ് കെ നാം ജോഡ്കർ, കിലാടി കളിക്കാരെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഏത് ദേശത്തുള്ളവരാണെന്ന് ചേർക്കുക. ഇവിടെ പൂരിപ്പിക്കാനാണ് ഫസ്റ്റ് 1 2 3 4 1 2 3 4 5 ഇട്ടിട്ടുണ്ട്. ലയൺ മെസ്സി എന്നതിൻ്റെ നേരെ അർജന്റീന എന്നാണ് കൊടുക്കേണ്ടത്. അർജന്റീനക്ക് കിലാടി ഹേ. യോഹാൻ ക്രൈഫ് എന്നതിൻ്റെ നേരെ ഹോളണ്ട് കെ കിലാടി ഹേ. സുനിൽ ഛത്രി എന്നതിന് നേരെ ഭാരത് കെ കിലാടി ഹേ. പെലെ ദേശ് കെ കിലാഡിയെ പെലെ എന്നത് ബ്രസീലിൻ്റെ കളിക്കാരനാണ്. ഫ്രാഞ്ച് ബെക്കൻബോർ എന്നത് ജർമ്മനിയാണ്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചത് സെക്കൻഡ് ടേമിലെ ഒരു മാതൃകാ ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എല്ലാവരും ഇത് ശ്രദ്ധിക്കുക, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറ്. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.